ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു റീയൂസ് മെത്തേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള സ്കേർട്ട് നമുക്കൊരു അടിപൊളി പലാസോ ആയിട്ട് സെറ്റ് ചെയ്തെടുത്താൽ അത് ഇതുപോലെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട് ആണെങ്കിൽ നമുക്ക് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള പലാസോ സെറ്റ് ചെയ്തെടുക്കാം. ഫ്ലെയർ ഇല്ലാതെ സ്കേർട്ട് ആണെങ്കിലും നമുക്ക് പലാസോ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സ്കേർട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ടാക്കി മടക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ചുളുങ്ങിയിരിക്കുന്നതൊക്കെ ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു സെന്റർ പോർഷൻ കിട്ടുക. അല്ല ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു സെന്റർ പോർഷൻ വരുന്ന പോലെ രണ്ടറ്റവും നല്ല പോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ടൊക്കെ ലെവൽ ചെയ്തിട്ട് നമ്മൾ സെന്റർ പോർഷൻ കണ്ടെത്താട്ടോ. ഇനി നമ്മൾ മടക്കി ഫ്ലെയർ ഒക്കെ നല്ല പോലെ ഒരുപോലെ വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് ഞാൻ ആ ഒരു സെന്ററിൽ കൂടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിവർത്തിയിടുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സെന്റർ പോർഷൻ കിട്ടും കേട്ടോ. ഇപ്പൊ ചെറിയൊരു വളവൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അത് ആ ഫ്ലെയർ ഒന്ന് നീങ്ങി കിടക്കണേന്റെയാണ് ഒരു വളവ് തോന്നുന്നത് കേട്ടോ. ഫ്ലെയർ രണ്ട് സൈഡിലേക്കും വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു സെന്റർ പോർഷനിലേക്ക് കൂടിയാണ് ഒരു ലൈൻ പോയേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെന്ററിൽ നമുക്ക് നമ്മളുടെ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആ മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം എല്ലാവർക്കും ഈ ഒരു 14 ഇഞ്ച് തന്നെ മതിയാകും. വണ്ണം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിലും ഒരു 13-14 ഇഞ്ച് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആ സെന്ററിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നല്ല വണ്ണമുള്ളവര് അവരുടെ ആ ഒരു ക്രോച്ച് ഏരിയയുടെ ലെങ്ത് എടുത്തിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാൻറ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്രോച്ച് ഏരിയയുടെ ലെങ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ 14 ഇഞ്ച് ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ സെന്റർ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്രോച്ച് ഏരിയ പാൻറിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാൻറ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 ഫോൾഡ് ചെയ്ത് കൊടുക്കാം. രണ്ടായിട്ട് കറക്റ്റ് ആയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളുടെ ഈ ഒരു പാൻറ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതെ ഇതുപോലെ വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് ആണ്, ആ ഒരു 14 ഇഞ്ച് തന്നെയാണ് ക്രോച്ച് ഏരിയ വരുന്നത്. അപ്പോൾ അതെ അവിടെ ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെന്റർ ഭാഗത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നതൊക്കെ ചീത്തവശത്താവുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് മനസ്സിലാവാനായിട്ടാണ് നമ്മളുടെ നല്ല വശത്തിട്ട് മാർക്ക് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നല്ല വശത്തിട്ട് മാർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചീത്തവശത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ താഴെ ലൈനിങ് ഉണ്ടെങ്കിൽ അതുകൂടി കറക്റ്റ് ആക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതായത് ആ ലൈനിങ്ങും നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ എൻ്റെ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ലൈനിങ് നല്ലപോലെ ചുരുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ലൈനിങ് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ചുരുങ്ങിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ രണ്ടറ്റത്ത് കൂടിയും 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചീത്തവശത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ മൊത്തം നല്ല വശത്താണ് കട്ട് ചെയ്തെന്ന് വിചാരിച്ച് നല്ല വശത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാണ്ട് ചീത്തവശം ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഒരു ഡബിൾ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയർഡ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കാണുന്ന നല്ല ഫ്ലെയറിൽ നമ്മുടെ ആ ഒരു സ്കേർട്ടിനെ ഞാൻ നല്ല അടിപൊളി പലാസോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഫൈനൽ റിസൾട്ട് നല്ല ഇഷ്ടമായി. നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സ്കേർട്ടൊക്കെ നമുക്ക് നല്ലപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തെടുത്താൽ അത് നല്ല കാര്യമാണല്ലേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുള്ള സ്കേർട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ജസ്റ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.